മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ചേച്ചിയെ അമ്മയാണ് പ്രസവിച്ചത് എന്ന കാര്യം അച്ഛൻ പറഞ്ഞത് രോഹിത്തിന് ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുത്തു കേട്ടോ. രാത്രി ഒരുപാട് നേരമായിട്ടും രോഹിത്തിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. നേരം വെളുക്കാനായപ്പോഴാണ് രോഹിത്ത് ഒന്ന് ചെറുതായിട്ട് മയങ്ങിയത്. രാവിലെ ഒരുപാട് വൈകിയാണ് രോഹിത്ത് എഴുന്നേറ്റത്. എല്ലാവരും പോയി കാണുമെന്നാണ് രോഹിത്ത് കരുതിയത്. ബാലചന്ദ്രൻ തൻ്റെ മകൻ ഉണരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. വലിയൊരു ബോംബാണ് ഇന്നലെ അവൻ്റെ തലയിൽ വെച്ചു കൊടുത്തത്. അതുകൊണ്ട് അവൻ്റെ അവസ്ഥ എന്താണെന്ന് കാണണം, അവനെ ആശ്വസിപ്പിക്കണം, എന്നിട്ട് മാത്രമേ ജ്വല്ലറിയിലേക്ക് പോകുന്നുള്ളൂ എന്ന് ബാലചന്ദ്രൻ തീരുമാനിച്ചിരുന്നു. പത്രം വായിക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് രോഹിത്ത് വന്നു. എന്താടാ, നീ ഒട്ടും ഉറങ്ങില്ലേ? കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണല്ലോ. ഇല്ല അച്ഛാ, ഉറക്കം വന്നില്ല. നേരം വെളുക്കാനായപ്പോൾ എപ്പോഴോ മയങ്ങിപ്പോയി. ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് നേരം ആലോചിച്ചു അച്ഛാ. അലീന ചേച്ചി ആരാണെന്നുള്ള രഹസ്യം എന്തിനാണ് നമ്മളിങ്ങനെ മറച്ചു വയ്ക്കുന്നത്? അമ്മയോട് പറഞ്ഞാൽ നല്ലതല്ലേ? അമ്മയ്ക്ക് പിന്നെ ശത്രുതയൊക്കെ മാറുകയുള്ളൂ. പിന്നീട് നമുക്ക് അലീന ചേച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരികയും എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയുമൊക്കെ ചെയ്യാലോ. മോനെ രോഹിത്തെ, നീ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നിനക്ക് അലീനയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ എന്താ അച്ഛനെക്കുറിച്ച് ചിന്തിക്കാത്തെ? അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇത്രയുമൊക്കെ അറിഞ്ഞിട്ടും അച്ഛൻ ക്ഷമയോടെ നിൽക്കുന്നില്ലേ? അതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അച്ഛൻ ആദ്യമായി ഈ രഹസ്യം അറിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല രോഹിത്തെ. ആദ്യം എനിക്ക് വൈജയെ കൊല്ലുവാൻ വേണ്ടിയാണ് തോന്നിയത്. പിന്നെ തോന്നി എല്ലാം തുറന്നു പറയാമെന്ന്. പിന്നെ എല്ലാം ക്ഷമിച്ചു ഞാൻ. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ഈ സത്യം അറിഞ്ഞെന്ന് വൈജി അറിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും എൻ്റെ കൂടെ നിൽക്കില്ല. അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛൻ്റെ സ്ഥാനം പിന്നെ എന്താടാ? ഇത്രയും കാലം ഞാൻ വിഡ്ഢിയായി ജീവിച്ചു. പിന്നെ തോന്നുന്നുണ്ടോ അച്ഛൻ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന്? ഒരിക്കലുമില്ല. ഞാൻ പിന്നെ ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ, ആരെങ്കിലും ഒരാൾ ഈ വീട്ടിൽ നിന്ന് പോവും. പിന്നെ നിങ്ങളുടെ ഭാവി എന്താകും? അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ എല്ലാം ക്ഷമിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിനു മുൻപേ അവരുടെ മുഖംമൂടി ഞാൻ വലിച്ചു കീറിയേനെ. എന്തായാലും നിൻ്റെ അമ്മ എല്ലാം അറിയുന്നൊരു ദിവസം വരും. അതുവരെ കാത്തു നിൽക്കാം. രോഹിത്തും ഒന്നും മിണ്ടാതെ നിന്നു. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവന് മനസ്സിലായി. എന്നിട്ട് അവൻ ചോദിച്ചു, അച്ഛാ, എന്നെ ഒന്ന് അലീന ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോകുമോ? എങ്കിൽ മാത്രമേ എനിക്കിനി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ. ചങ്ക് പൊട്ടി തകരുന്ന വേദനയുണ്ട് അച്ഛാ. ആ കാല് വീണ് എനിക്ക് മാപ്പ് പറയണം. എന്നെ ഒന്ന് കൊണ്ടുപോകച്ചാ പ്ലീസ്. ബാലചന്ദ്രൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. ശരി, നിന്നെ ഞാൻ കൊണ്ടുപോകാം. റെഡിയായിക്കോ. ബാലചന്ദ്രൻ രോഹിത്തിനെയും കൂട്ടി കുളത്തപ്പൊയിലേക്ക് പോയി കേട്ടോ. അലീനയും ഔതക്കുട്ടിയും മുറ്റത്ത് നിന്ന് ചെടിക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ്റെ കാറ് വീണ്ടും വരുന്നത് കണ്ട് അലീന അമ്പരപ്പോടെ നോക്കി. കൂടെ നെഞ്ചെടുപ്പും കൂടി. ഇന്നലെ വന്നു പോയതേ ഉള്ളൂ. വീണ്ടും പെട്ടെന്നുള്ള വരവിൻ്റെ കാരണം എന്താണ്? ഔതക്കുട്ടിയും കാറ് സൂക്ഷിച്ച് നോക്കിയ ശേഷം പറഞ്ഞു, അത് അലീനയുടെ അച്ഛനല്ലേ? ഇദ്ദേഹം എന്താ വീണ്ടും വരുന്നേ? ഇന്നലെ വന്നിട്ട് പോയതേ ഉള്ളൂ. ഇതൊന്നും ലാലിച്ചാൻ ഇഷ്ടമാവില്ല കേട്ടോ. അലീന അതൊന്നും മൈൻഡ് ചെയ്യാതെ ബാലചന്ദ്രൻ്റെ കാറിനടുത്തേക്ക് പോയി. തൻ്റെ വീണ്ടുമുള്ള വരവിൽ അലീനയുടെ മുഖത്ത് സന്തോഷത്തിന് പകരം അമ്പരപ്പും ഒരുപാട് ചോദ്യങ്ങളുമാണെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. സംശയിക്കണ്ട, ഞാൻ ഇന്ന് വന്നത് മറ്റൊരാളെയും കൊണ്ടാണ്. കാറിനകത്തേക്ക് നോക്കിയേ, ആരാ ഇരിക്കുന്നതെന്ന്. അലീന കാറിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കി. രോഹിത്ത് തലകുനിച്ചിരിക്കുന്നു. അലീന ഓടിച്ചെന്ന് ഡോറ് തുറന്നു. മോനെ രോഹിത്തെ. രോഹിത്ത് മുഖമുയർത്തി അലീനയെ നോക്കി. അലീനയെ കണ്ടതിൻ്റെ സന്തോഷമൊന്നും രോഹിത്തിൻ്റെ മുഖത്തില്ല. പകരം നനഞ്ഞ കണ്ണുകൾ. എന്തു പറ്റി മോനെ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ചേച്ചി, അവൻ ഗദ്ഗതത്തോടെ വിളിച്ചു. ഇത്തവണ അവൻ്റെ വിളിയിൽ ഒരു മാറ്റമുണ്ട്. ഇത്രയും നാൾ എന്നെ ചേച്ചി എന്ന് വിളിച്ചതിലും ഇപ്പോൾ വിളിച്ചതിലും എന്തൊരു വ്യത്യാസം അലീനയ്ക്ക് തോന്നി. ഉടനെ അലീന ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി. അവനോടെല്ലാം പറഞ്ഞു അല്ലേ? അലീന മനസ്സുകൊണ്ട് എന്നാണ് ചോദിക്കുന്നതെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ബാലചന്ദ്രൻ അതിനുള്ള മറുപടിയും അലീനയ്ക്ക് കൊടുത്തു. അവളെ കണ്ണടച്ച് കാണിച്ചു. എല്ലാം അവൻ അറിഞ്ഞു കഴിഞ്ഞു. മോളെ അലീന, നീ അവനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. അവൻ എന്തൊക്കെയോ നിന്നോട് സംസാരിക്കണമെന്ന്. അലീന രോഹിത്തിൻ്റെ കയ്യും പിടിച്ച് അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഔതക്കുട്ടിയും ബാലചന്ദ്രനും അല്പനേരം സംസാരിച്ചു. റൂമിലെത്തിയപാടെ അലീന ചോദിച്ചു, എന്താ മോനെ, നിനക്കെന്താ പറ്റിയേ? നിനക്കെന്താ എന്നോട് സംസാരിക്കാനുള്ളത്? ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നല്ലേ? ഞാൻ എല്ലാം അറിഞ്ഞു. പെട്ടെന്ന് രോഹിത്ത് അവളുടെ കാലിലേക്ക് വീണു. കാല് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മാപ്പ് ചേച്ചി, ഞാൻ ഒരുപാട് തെറ്റിയിട്ടുണ്ട്. ഞാൻ എന്തുമാത്രം ചേച്ചിയെ വേദനിപ്പിച്ചു. എടാ മോനെ, എഴുന്നേൽക്കടാ. ചേച്ചി എപ്പോഴേ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നീ എൻ്റെ സ്വന്തം അനിയനല്ലേ? എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയുമോ? എഴുന്നേൽക്ക് മോനെ എന്ന് പറഞ്ഞ് അലീന അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ രോഹിത്തിനെ എഴുന്നേൽപ്പിച്ച് അലീന കട്ടിലിൽ കൊണ്ടിരുത്തി. എന്നിട്ട് അവനെ ചേർത്ത് പിടിച്ചു. നീ എല്ലാം മറന്നേക്ക്. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. നീ അറിഞ്ഞല്ലോ ഞാൻ നിൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന്. എനിക്കത് പറയാനുള്ള അവകാശമില്ലായിരുന്നു. ഇത്രയും നാൾ നീ എന്നെ സ്വന്തം ചേച്ചിയെ പോലെയാണ് സ്നേഹിച്ചത്. എന്നാൽ ഇന്നു മുതൽ അങ്ങനെയല്ല. ഇനി നീ എന്നെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ സ്നേഹിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് ധൈര്യമായി. ഈ ചേച്ചിക്ക് ഇനി എന്ത് സംഭവിച്ചാലും എൻ്റെ അനുജൻ ഓടി വരുമല്ലോ. അതൊരു വലിയ ആശ്വാസമാണ് എനിക്ക്. ബാലചന്ദ്രൻ അലീനയുടെ റൂമിനടുത്തേക്ക് ചെന്നു. ഡോറ് ചാരിയിട്ടുണ്ട്.
അമർത്തിപ്പിടിച്ചുള്ള കരച്ചിലും സംസാരവും എല്ലാം കേൾക്കാം. അവരുടെ സങ്കടങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ബാലചന്ദ്രൻ സിറ്റൗട്ടിലേക്ക് പോയിരുന്നു. ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം അലീനയും രോഹിത്തും സിറ്റൗട്ടിലേക്ക് വന്നു. ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ അവൻ്റെ മുഖത്ത് കുറച്ച് സന്തോഷമൊക്കെയുണ്ട്. ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ. അലീനയോട് മാപ്പ് പറഞ്ഞ ശേഷം അവൻ്റെ മുഖം കുറച്ച് തെളിഞ്ഞു. രണ്ടുപേരുടെയും സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? പോവാനോ? അച്ഛൻ വന്നിട്ട് ചായ പോലും കുടിച്ചില്ലല്ലോ. ഞാനാണെങ്കിൽ രോഗത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അകത്തായിരുന്നില്ലേ. ചോറ് കഴിച്ചിട്ട് പോയാൽ മതി അച്ഛാ. ആഹാ, നല്ല കഥയായി. നിൻ്റെ പപ്പ വരുമ്പോഴേ ഇന്നലെ വന്ന് ചോറ് കഴിച്ചു, ഇന്നും വന്ന് ചോറ് കഴിക്കുന്ന കണ്ട അത് മതി പിന്നെ ദേഷ്യം വരാൻ. എങ്കിൽ പിന്നെ ചായയും കുടിച്ചിട്ട് പോയാൽ മതി അച്ഛാ. അലീന ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ചായ വെക്കാൻ വേണ്ടി പോയി കേട്ടോ. നിൻ്റെ സങ്കടമെല്ലാം മാറിയോ മോനെ? എല്ലാം പറഞ്ഞു തീർത്തോ? പറഞ്ഞച്ചാ, ഞാൻ ആ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ഇനി എനിക്ക് സമാധാനമായി. പക്ഷെ ഒരു സങ്കടമുണ്ട്, ചേച്ചിയെ കണ്ടിട്ട് മതിയാവുന്നില്ല. ആഹാ, അതിനൊരു പരിഹാരവും അച്ഛന് ചെയ്തു തരാൻ കഴിയില്ല. അവരുടെ പപ്പയ്ക്കുണ്ടല്ലോ നമ്മളിവിടെ വരുന്നത് പോലും ഇഷ്ടമല്ല. അതുകൊണ്ട് അവരുടെ പപ്പ വരുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു പോകണം. അലീന ചായയുമായി വന്നു കേട്ടോ. ചായ കുടിച്ച ഉടനെ ബാലേന്ദ്രൻ പോകുവാൻ വേണ്ടി ധൃതി കൂട്ടി. അച്ഛാ, രോഹിത്തിനെ കൊണ്ടുപോകണ്ട, ഇന്നിവിടെ നിന്നോട്ടെ. ഞാൻ ഇവനെ നാളെ രാവിലെ വിട്ടേക്കാം. ഇവിടെ നിൽക്കാനോ? ഇതിൻ്റെ പപ്പയുടെ വീടല്ലേ. അദ്ദേഹത്തിന് അതൊക്കെ ഇഷ്ടപ്പെടുമോ? അതൊന്നും അച്ഛൻ ചിന്തിക്കേണ്ട. ഈ വീട്ടിൽ പപ്പയെ പോലെ തന്നെ എനിക്കും അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് പപ്പയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട. ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ ധൈര്യമായിട്ട് പൊക്കോ. രോഹിത്തിനോട് അഭിപ്രായം ചോദിക്കുന്നതിൽ കാര്യമില്ല. തൊട്ട് മുൻപ് അവൻ പറഞ്ഞതേ ഉള്ളൂ ചേച്ചിയെ കണ്ടിട്ട് മതിയായിട്ടില്ലെന്ന്. അതുകൊണ്ട് അവൻ്റെ മനസ്സും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൂടെ നിൽക്കുവാൻ വേണ്ടി. എങ്കിൽ ഇപ്പോൾ നിൽക്കട്ടെ എന്ന് ബാലേന്ദ്രൻ തീരുമാനിച്ചു. എങ്കിൽ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനെന്നാൽ വേഗം ഇറങ്ങുക. നാളെ രാവിലെ വന്നേക്കണേ രോഹിത്തെ. അലീന രോഹിത്തിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. അലീന പണിയെടുക്കുമ്പോൾ രോഹിത്ത് അവളെ തന്നെ നോക്കി നിന്നു. വീണ്ടും കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൻ്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളാണ് വരുന്നത്. എന്തുമാത്രം ഞാൻ ചേച്ചിയെ ദ്രോഹിച്ചു. സംസാരത്തിനിടയിൽ അലീന തിരിഞ്ഞു നോക്കുമ്പോഴാണ് രോഹിത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടത്. നീ പിന്നെയും തുടങ്ങിയോ? എല്ലാം മറന്നു കളയടാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഞാൻ എല്ലാം ക്ഷമിച്ചു. നമ്മൾക്ക് വീണ്ടും ഒരുമിച്ച് നിൽക്കാൻ കിട്ടിയ അവസരമല്ലേ, സന്തോഷിക്കില്ലേ വേണ്ടേ? നീങ്ങി വന്നേ എന്ന് പറഞ്ഞ് അലീന അവന് ഒരു തേങ്ങ മുറിയെടുത്ത് കൊടുത്തു. ഇതൊന്ന് ചെരുവി തന്നേ. എനിക്ക് എന്തെങ്കിലും ഒന്ന് സഹായിച്ചോടെ നിൽക്കുക. വെറുതെ നിൽക്കുന്നത് കൊണ്ടാണ് നിൻ്റെ മനസ്സിലേക്ക് അതും ഇതും കയറി വരുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ സ്റ്റാൻലിയുടെ ജീപ്പിൻ്റെ ശബ്ദം കേട്ടു. ആരാ ചേച്ചി വന്നേ? അതെൻ്റെ പപ്പ വന്നതാ. പപ്പയെ കുറച്ച് ഗൗരവത്തിലായിരിക്കും കേട്ടോ. നീ അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. എൻ്റെ കൂടെ ഒന്നും മിണ്ടാതെ നിന്നാൽ മതി. സ്റ്റാൻലി ജീപ്പിൽ നിന്നും ഇറങ്ങിയ പാടെ ഔതക്കുട്ടി പറഞ്ഞു. ബാലചന്ദ്രനും മകനും വന്നിട്ടുണ്ടായിരുന്നു. അവർ വീണ്ടും വന്നോ? ഇന്നലെ വന്നു പോയതല്ലേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചില്ലേ? ഞാനൊന്നും ചോദിച്ചില്ല. ബാലചന്ദ്രൻ തിരിച്ചുപോയി. മകൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നിൽക്കാനോ? എൻ്റെ സമ്മതമില്ലാതെയോ? ഇന്നിവിടെ നിൽക്കുവാണെന്നാണ് അലീന പറഞ്ഞത്. ഞാനൊന്നും ചോദിച്ചില്ല. സ്റ്റാൻലി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി ചെന്നു കേട്ടോ. അലീന രോഹിത്തിനെയും കൂട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നു. പപ്പ, ഇതെൻ്റെ സഹോദരനാണ് രോഹിത്ത്. സ്റ്റാൻലി മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ. നോക്കാതെ മൂളുക മാത്രം ചെയ്തു. അലീനയ്ക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് സ്റ്റാൻലി ചോദിച്ചു, ഇവൻ ആ പീഡനക്കേസിലെ പ്രതിയല്ലേ? രോഹിത്തിന് ഓർക്കാപ്പുറത്ത് അടികിട്ടതുപോലെയായി. അലീനയ്ക്കും വല്ലാതെയായി. അലീനയ്ക്ക് രോഹിത്തിൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. പപ്പ, രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവൻ ആ കൂട്ടത്തിൽ പെട്ടുപോയതാണ്. അത് ഇരയാക്കപ്പെട്ട പെൺകുട്ടി തന്നെ തുറന്നു പറഞ്ഞിരുന്നു കോടതിയിൽ. അതുകൊണ്ടാണ് ഇവൻ പുറത്തിറങ്ങിയത്. അതിന് സ്റ്റാൻലി മറുപടിയൊന്നും നൽകിയില്ല. സ്റ്റാൻലി തിരിഞ്ഞു തന്നെ ഇരിക്കുകയാണ്. അലീനയ്ക്ക് ദേഷ്യം വന്നു. വാ രോഹിത്തെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അലീന രോഹിത്തിൻ്റെ കൈയും പിടിച്ച് റൂമിലേക്ക് ചെന്നു. രോഹിത്തിനെ റൂമിലിരുത്തി അലീന പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം. വീണ്ടും അവൾ പപ്പയുടെ അടുത്തേക്ക് ചെന്നു. പപ്പ, ഈ ചെയ്ത് ഒട്ടും ശരിയായില്ല. ഇതിലും ഭേദം അവൻ്റെ മുഖത്തടിക്കുന്നതായിരുന്നു. എന്തിനാണ് പപ്പ അങ്ങനെ ചോദിച്ചത്? വേറെ ഒന്നും പപ്പയ്ക്ക് ചോദിക്കാനില്ലായിരുന്നോ? ഞാൻ അവനെ പരിചയപ്പെടുത്തിയിട്ട് പപ്പ അവൻ്റെ മുഖത്ത് നോക്കിയതുപോലുമില്ല. പപ്പ എൻ്റെ അച്ഛനെ അപമാനിച്ചു. ഇപ്പോൾ എൻ്റെ സഹോദരനെയും. ഞാനും അവനുമൊക്കെ ഒരു വയറ്റിൽ ജനിച്ചവരാണ്. എന്നിട്ടും പപ്പ. അലീനയ്ക്ക് സങ്കടം വന്നു. അലീന, നീ അവനെ ഇവിടെ താമസിപ്പിച്ചതിൽ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ വന്നു പോകുന്നത് പോലും എനിക്കിഷ്ടമല്ല. അത് ഇന്നലെ തന്നെ ഞാൻ ബാലേന്ദ്രനോട് വ്യക്തമാക്കിയതാണ്. വീണ്ടും ഇന്ന് തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ മകനെ ഇവിടെ ആക്കിയിട്ട് പോയി. അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? ഞാൻ പപ്പയുടെ അടുത്തേക്ക് വന്നു എന്ന് കരുതി അതിനു മുൻപുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന് അർത്ഥമില്ല. നോക്കൂ അലീന, ഒന്നുകിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു. രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ബന്ധുക്കളൊന്നും വേണ്ട. ഞാനൊരു ക്രിസ്ത്യനാണ്. അപ്പോൾ എൻ്റെ മകളും ക്രിസ്ത്യനായി തന്നെ ജീവിക്കണം. അതാണ് നിൻ്റെ ഭാവിക്ക് നല്ലത്. പപ്പയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കഴിഞ്ഞ 22 വർഷം അനാഥാലയത്തിൽ ജീവിച്ച എനിക്ക് എന്ത് ഹിന്ദു എന്ത് ക്രിസ്ത്യൻ, എനിക്ക് ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനാണ്. ഈ പപ്പ പോലും എനിക്ക് എന്നാ ഉണ്ടായത്? ഏതാനും ദിവസങ്ങൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ.
അലീനയുടെ ചോദ്യങ്ങൾക്ക് സ്റ്റാൻലിക്ക് ഉത്തരം മുട്ടിപ്പോയിട്ടോ. പിന്നെ സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. എന്തായാലും പപ്പ ചെയ്തു ഒട്ടും ശരിയായില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. ഇനിയും എന്നെ കാണാൻ ബന്ധുക്കൾ വരും. അവരോടാരും പപ്പ ഇങ്ങനെ പെരുമാറരുത്. ഞാൻ അവരെ കാണുവാനും പോവും. എൻ്റെ സഹോദരങ്ങളെ മറക്കുവാൻ പപ്പ എന്നോട് പറയരുത്. എന്നെ വളർത്തിയ എൻ്റെ ബ്രീത്ത മമ്മി എല്ലാവരെയും സ്നേഹിക്കുവാൻ വേണ്ടി മാത്രമാണ് പഠിപ്പിച്ചത്. അല്ലാതെ ആരെയും ആവശ്യം കഴിയുമ്പോൾ വെറുക്കുവാനും മറക്കുവാനുമല്ല. അത്രയും പറഞ്ഞ് അലീന അവിടെ നിന്നും പോയി. സ്റ്റാൻലിക്ക് അലീന പറഞ്ഞ വാക്കുകൾ വല്ലാതെ കൊണ്ടു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നപ്പോൾ അലീനയും രോഹിത്തും ഒരുമിച്ചിരുന്നു. അലീന പപ്പയുടെ മുഖത്ത് നോക്കിയതേയില്ല. സ്റ്റാൻലി ഇടയ്ക്കിടയ്ക്ക് അലീനയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല പിണക്കമുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ചോറ് കഴിച്ചതിന് ശേഷം രോഹിത്ത് സിറ്റൗട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റാൻലി വന്ന് വിളിച്ചു. വരൂ രോഹിത്തെ, ഒരു കാര്യം പറയുവാനുണ്ട്. രോഹിത്ത് ഭയത്തോടെയാണ് സ്റ്റാൻലിയുടെ കൂടെ പോയത്. എന്നാൽ സ്റ്റാൻലി വിളിച്ചത് മറ്റൊന്നിനുമായിരുന്നില്ല. രോഹിത്തിനെ കൂട്ടി ചെസ്സ് കളിക്കാൻ വേണ്ടിയായിരുന്നു. രോഹിത്തിന് അമ്പരപ്പായിപ്പോയി. ഇത്ര പെട്ടെന്ന് ഇദ്ദേഹം മാറിയോ? ഇത്ര നേരം എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ എന്നെ ചെസ്സ് കളിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. അലീന ചേച്ചി കാര്യമായി എന്തോ പറഞ്ഞിട്ടുണ്ട്. രോഹിത്തിനെ കാണാഞ്ഞിട്ട് അലീന പരതി നടക്കുമ്പോഴാണ് ആൻ്റപ്പൻ പറഞ്ഞത്. രോഹിത്തിനെയും കൂട്ടി ലാലച്ചൻ അങ്ങോട്ട് പോകുന്നത് കണ്ടു. അലീന ചെന്ന് നോക്കുമ്പോൾ രണ്ടുപേരും ഇരുന്ന് ചെസ്സ് കളിക്കുന്നു. അലീന ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നത്. അലീനയ്ക്ക് പപ്പയോട് സഹതാപം തോന്നി. രാത്രി രോഹിത്തിന് വേണ്ടിയുള്ള റൂം ഒരുക്കുകയായിരുന്നു അലീന. രോഹിത്ത് അടുത്ത് എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇന്ന് എൻ്റെ അടുത്ത് കിടക്കുമോ? എനിക്ക് നേരം വെളുക്കോളം ചേച്ചിയോട് സംസാരിക്കണം. എനിക്കിന്ന് ഉറങ്ങണ്ട. എൻ്റെ സഹോദരൻ എന്നെ സ്നേഹം കൊണ്ട് പൊതിയുകയാണല്ലോ എന്നോർത്തപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. രോഹിത്ത് അലീനയുടെ മടിയിൽ തലവെച്ച് കിടന്നു. എന്നിട്ട് ചോദിച്ചു, ചേച്ചി അനാഥാലയത്തിൽ ജീവിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കരുതിയിരുന്നത് ബ്രീത്ത മമ്മി എൻ്റെ സ്വന്തം അമ്മയും ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ കൂടപ്പിറപ്പുകളും ബന്ധുക്കളും ഒക്കെ ആണെന്നായിരുന്നു. പിന്നെ അറിവായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു അനാഥയാണെന്ന്. അച്ഛൻ ആരെന്നറിയില്ല, അമ്മ ആരെന്നറിയില്ല, കൂടപ്പിറപ്പുകളുണ്ടോ എന്നറിയില്ല. എൻ്റെ ബ്രീത്ത മമ്മി ഞങ്ങളെല്ലാവരെയും നോക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഭക്ഷണം പോലും ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ വിശന്ന് കിടന്നുറങ്ങും. അപ്പോഴൊക്കെ പ്രാർത്ഥിക്കും, നാളെ എവിടെയെങ്കിലും കല്യാണം ഉണ്ടാവണേ, ആ കല്യാണ വീട്ടിൽ ഒരുപാട് ഭക്ഷണം മിച്ചമുണ്ടാവണേ, അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് വരുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ കൊതിയോടെ നോക്കി നിൽക്കുമായിരുന്നു. നല്ലൊരു പുതിയ ഉടുപ്പിടുവാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും കരയുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി എന്നെപ്പോലുള്ള അനാഥാലയത്തിലെ കുട്ടികൾ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് പിന്നീട് ഞാൻ ഒന്നും ആഗ്രഹിക്കാതെയായി. അത് ഞാൻ രേവതിക്കുട്ടിയെയും പഠിപ്പിച്ചു. നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലേ സങ്കടവും ഉണ്ടാവുള്ളൂ. അങ്ങനെ എൻ്റെ സങ്കടവും എല്ലാം മാറി. മറ്റുള്ളവർ ദാനമായി തരുന്ന പഴയ ഡ്രസ്സുകളായിരുന്നു ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത്. അതിൽ പാകമായി നോക്കി ഞാനും രേവതിയും തിരഞ്ഞെടുക്കും. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്ത് ഏങ്ങലടിക്കുന്ന ശബ്ദം അലീന കേട്ടു. അവൻ്റെ കണ്ണീര് കൊണ്ട് അവളുടെ കാലുകൾ നനഞ്ഞിരുന്നു. എടാ മോനെ, നീ ഇങ്ങനെ കരയുകയാണെങ്കിൽ ഞാനിനി ഒന്നും പറയുന്നില്ല. നീ എന്തിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? വന്നപ്പോൾ മുതൽ ഒരേ കരച്ചില. ഈ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞാനിനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോഴേക്കും ഔതക്കുട്ടി അവിടേക്ക് വന്നു കേട്ടോ. മോളെ അലീന, ഒരുപാട് നേരമായി നിന്റെ ഫോൺ അവിടെ കിടന്ന് ബെല്ലടിക്കുന്നു. അയ്യോ, രേവതിക്കുട്ടിയായിരിക്കും, ഇന്ന് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലീന ആ ഫോൺ വാങ്ങി. രേവതിക്കുട്ടി തന്നെ. അലീന പേടിയോടെ രേവതിക്കുട്ടിയുടെ കോള് അറ്റൻഡ് ചെയ്തു. രേവതിക്കുട്ടി നല്ല പരിഭവത്തോടെ പറഞ്ഞു, എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. മോളെ, ഫോൺ എൻ്റെ അടുത്തില്ലായിരുന്നു. ചേച്ചി ഫോണിൻ്റെ അടുത്തില്ലായിരുന്നു എന്ന് പറ. എന്താ, ഞാൻ വിളിക്കുന്ന അറിയില്ലേ? അതോ എന്നെ മറന്നോ? ഓ, കൊട്ടാരമറ്റത്തെത്തി പപ്പയൊക്കെ കിട്ടിയത് കൊണ്ട് എന്നെ മറന്നു കാണുമല്ലേ? എടി പെണ്ണെ, നിന്നെ മിനിഞ്ഞാന്നല്ലേ വിളിച്ച് ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞത്? മിനിഞ്ഞാന്ന് പറഞ്ഞു, അതുകൊണ്ടെന്താ ഇന്ന് പറയാൻ പാടില്ലേ? മനസ്സിലാവുന്നുണ്ട്. ചേച്ചിക്കിപ്പോൾ ഒരുപാട് ബന്ധുക്കളൊക്കെ ആയതുകൊണ്ട് നമ്മളെയൊന്നും വേണ്ടല്ലോ. അച്ഛൻ, പപ്പ, അമ്മ, ഒരുപാട് സഹോദരങ്ങൾ, പിന്നെ ഇപ്പോൾ ഒരു പുതിയ ബന്ധമുണ്ടാകാൻ കാരണം ഞാനാണേ. നീ കാരണമോ? അതെങ്ങനെയാടി? അത് ഷെറിൻ ചേച്ചി വഴിയാണ് ആ ബന്ധമുണ്ടായത്. ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ജിജോ ചേട്ടനാണല്ലോ. അപ്പോൾ ജിജോ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ആരാ? എൻ്റെ ഗ്രേസം ആൻറ്റിയും മാമച്ചൻ അങ്കിളും. അവർ രണ്ടും ഇപ്പം ചേച്ചിയുടെ ബന്ധുക്കാരായില്ലേ? ഓ, അങ്ങനെ ആയിക്കോട്ടെ. ആ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തന്നെ. ആ, എന്നാലും ചേച്ചിക്ക് ശരിക്കും എല്ലാ ബന്ധുക്കളും ആയില്ലേ? ഞാൻ മാത്രം ഇപ്പോഴും അനാഥയായി ജീവിക്കുന്നു. നീ എങ്ങനെയാടി അനാഥയാവുന്നേ? നിനക്ക് ഞാനില്ലേ? നിനക്ക് സ്വന്തം അച്ഛനെയും അമ്മയും പോലെ ഒരു അങ്കിളിനെയും ആൻറ്റിയെയും കിട്ടില്ലേ? അതിലപ്പുറം എന്താ വേണ്ടേ? അങ്ങനെയല്ല ചേച്ചി, അവരെൻ്റെ സ്വന്തം മോളെപ്പാട് നോക്കുന്നുണ്ടെങ്കിലും സ്വന്തം അച്ഛനും അമ്മയല്ലല്ലോ. ചേച്ചിക്ക് ചേച്ചിയുടെ സ്വന്തം അച്ഛനെയും അമ്മയെയും സ്വന്തം സഹോദരങ്ങളെയും ഒക്കെ കാണാൻ കഴിഞ്ഞില്ലേ? അവരോടൊക്കെ സ്നേഹം കിട്ടുന്നില്ലേ? ഞാൻ അങ്ങനെയല്ലല്ലോ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് സങ്കടം വന്നു കേട്ടോ.
അപ്പോൾ അലീന പറഞ്ഞു, എങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എൻ്റെ ബന്ധുക്കളെയൊക്കെ നീയും ബന്ധുക്കളാക്കിക്കോ. അതെങ്ങനെ സാധിക്കും? എൻ്റെ കുടുംബത്തിലെ ഒരാളെ നീ കല്യാണം കഴിച്ചാൽ മതി. ആരെ, മനുവേട്ടനെയോ? എടീ രേവതിക്കുട്ടി, നിനക്ക് കുറച്ച് കുസൃതി കൂടുന്നുണ്ട് കേട്ടോ. ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല മനുവേട്ടനെ കൊണ്ട് പറഞ്ഞത്. എനിക്കെങ്ങും വേണ്ടേ മനുവേട്ടനെ. പിന്നെ ആരുടെ കാര്യമാണ് പറഞ്ഞേ? എൻ്റെ സഹോദരൻ രോഹിത്തിനെ നീ കല്യാണം കഴിക്കണം. അപ്പോൾ പിന്നെ എൻ്റെ ബന്ധുക്കളെല്ലാം നിൻ്റെയും ബന്ധുക്കളായില്ലേ? അയ്യേ, എനിക്കെങ്ങും വേണ്ട പീഡനവീരനെ. അയ്യോടി, ഞാനൊന്നും അറിയുന്നില്ല എന്നാണോ നിൻ്റെ വിചാരം? നീ അവനെ ഇടക്കിടക്ക് വിളിച്ച് ക്ഷേമം അന്വേഷിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അയ്യോ, അല്ലെങ്കിൽ തന്നെ രോഗത്തേട്ടനെ കല്യാണം കഴിച്ചാൽ പിന്നെ ആ വൈദ്യന്മാലയുടെ പോരും മുഴുവൻ ഞാൻ സഹിക്കണ്ടേ? അയ്യോ, എനിക്കെങ്ങും വേണ്ടേ. നിന്നെ പോരൂത്താതെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ അനുജനോട് ഞാൻ പറഞ്ഞു കൊടുക്കും, എൻ്റെ രേവതിക്കുട്ടിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. അതൊരു പൊട്ടിപ്പെണ്ണാണ്, കുസൃതി പെണ്ണാണ്. അതുകൊണ്ട് അമ്മയെ കൊണ്ട് പോരൂത്തിക്കാമെന്ന് സമ്മതിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് രോഗത്തിൻ്റെ പേര് പറയുന്നത് കേട്ട് രോഹിത്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്താണെന്ന്. അപ്പോൾ അലീന കൈകൊണ്ട് തിരിച്ച് ആംഗ്യം കാണിച്ചു, പറയാൻ ഫോൺ വെക്കട്ടെ എന്ന്. അപ്പോൾ അലീന രേവതിയോട് പറഞ്ഞു, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നയാൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. എന്നെ കാണാൻ വേണ്ടി ഓടി വന്നേക്കുക. ആര്, രോഹിത്തേട്ടനോ? അതെ, ഇന്ന് രാവിലെ വന്നതാണ്. ഞാൻ അവനെ വിട്ടില്ല. ഞാൻ ആരാണെന്നുള്ള സത്യം അച്ഛൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു മോളെ. അതുകൊണ്ടാണ് അവൻ എന്നെ കാണാൻ വന്നത്. എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയും എൻ്റെ അടുത്ത് ഒരുപാട് കരയുകയും ഒക്കെ ചെയ്തു. ആണോ ചേച്ചി? രോഹിത്തേട്ടൻ കൂടി അറിഞ്ഞല്ലേ? നന്നായി. അറിയട്ടെ ചേച്ചി. ഇനി ഒരു ദിവസം ചേച്ചിയുടെ അമ്മയും കൂടി അറിയും. ആ ദിവസമാണ് മോളെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്.